ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ രൂപപ്പെടുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്ത സമൂഹമാണ് മിശിഹാനുകരണ സന്യാസിനി സമൂഹം. കീറിയും വ്രണപ്പെട്ടും ഇരിക്കുന്ന സമുദായ ശരീരത്തെ എങ്ങനെ സൗഖ്യത്തിലേക്ക് നയിക്കാനാകും? ഈ ചിന്തയിൽ നിന്നാണ് ഈ സമൂഹത്തിൻ്റെ തുടക്കം. ആധ്യാത്മികമായ ഉന്നതിയാണ് മാർ ഇവാനിയോസ് പിതാവ് ആഗ്രഹിച്ചത്. വൈദികരുടെ ഉയർച്ച സഭയുടെ ഉയർച്ചയാണെന്ന് മനസ്സിലാക്കി ശമാശന്മാരെ ഉന്നത വിദ്യാഭ്യാസം നൽകി നിലവാരമുള്ള വൈദികരാക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം. ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പലവിധ ചിന്തകൾ അദ്ദേഹത്തെ മഥിച്ചു. പിന്നീട് ചിന്തകൾ കൂടുതൽ തെളിമയാർന്നപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപനമാണെന്ന് അടിയുറച്ച ബോധ്യം അഭിമന്യ പിതാവിന് ഉണ്ടായി. ഏറ്റവും പ്രസക്തമായ ഒരു സംഗതി സമുദായ ഉദ്ധാരണത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളിലും പദ്ധതികളിലും അദ്ദേഹം സ്ത്രീകളെയും ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആദ്യം മുതൽക്ക് തന്നെ അദ്ദേഹം അവർക്ക് ഉചിതമായ സ്ഥാനം നൽകി. പുരുഷനോടൊപ്പം സ്ത്രീക്കും സമുദായത്തിൻ്റെ നവീകരണത്തിൽ പുനരുജ്ജീവനത്തിൽ സവിശേഷമായ പങ്ക് വഹിക്കാനുണ്ട് എന്ന് അദ്ദേഹം സംശയലേശമെന്നെ വിശ്വസിച്ചിരുന്നു. അക്കാരണത്താൽ സ്ത്രീക്ക് അടുക്കളയ്ക്കപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല എന്ന് സാമാന്യജനം കരുതിയിരുന്ന അക്കാലത്ത് MAHN ഉത്കൃഷ്ടമായ കുടുംബങ്ങളിൽ നിന്നും 13 പെൺകുട്ടികളെ കണ്ടെത്തുകയും വിദ്യാഭ്യാസം നൽകി അവരിലുള്ള എല്ലാ കഴിവുകളും ഉണർത്തിയെടുത്ത് സമുദായ നന്മയ്ക്കായി വിനിയോഗിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് കൽക്കട്ടയിലെ ബാരിസോളിലേക്ക് അയച്ച് ഓക്സ്ഫോർഡ് മിഷണറി സിസ്റ്റേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ പഠിപ്പിച്ചു. എന്നാൽ സ്ത്രീകളെക്കുറിച്ചുള്ള വന്യപിതാവിൻ്റെ പ്രതീക്ഷകൾ അതിനപ്പുറമായിരുന്നു. സഭയിൽ കൂടുതൽ ഉത്കൃഷ്ടമായ സേവനം ചെയ്യുവാൻ ആയുസ് മുഴുവൻ ദൈവത്തിനായി സമ്പൂർണമായി സമർപ്പിച്ച് കന്യകകളായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് സാധിക്കും എന്നുള്ള വലിയ ബോധ്യം പിതാവിനെ ഏറെ സ്വാധീനിച്ചു. തൽഫലമായി മലങ്കര കത്തോലിക്ക സഭയുടെ പുരോഗതിക്ക് വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകൾ മാത്രം പോരെന്നും കുടുംബങ്ങളുടെ പുരോഗതി മലങ്കര സഭയുടെ പുരോഗതിക്കേറ്റ ആവശ്യമായിരിക്കാലും ഒരു ഗൃഹത്തിൻ്റെയും പരിശുദ്ധ സഭയുടെയും ഉള്ളറകളിൽ ദൈവത്തിനുള്ള സ്ഥാനം സ്ത്രീ ജനങ്ങളുടെ മനോഗതിക്ക് അനുസരിച്ചാകയാൽ ഈ ആനുകൂല്യ ഭാവം സ്ത്രീകളിൽ ഉളവാക്കുവാനുള്ള പരിശ്രമത്തിന് ഏറ്റവും അനുയോജ്യരായവർ സ്ത്രീകൾ തന്നെയാണ് എന്നുള്ള ബോധ്യത്തിൽ സമർപ്പിതരായ സ്ത്രീകളും മലങ്കര സഭയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം തീവ്രമായി ആഗ്രഹിച്ചു. തൽഫലമായി മലങ്കരയിലെ അർത്ഥനികൾ, അവരിൽ 3 പേർ 1925 സെപ്റ്റംബർ 21 ഷൈന, ഹൂബ, ധനഹ എന്നീ സന്യാസനാമങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായി പ്രതിഷ്ഠിച്ച് ആദ്യ സന്യാസിനികളായി. അങ്ങനെ ബഥനി സന്യാസിനി സമൂഹം രൂപം കൊണ്ടു. സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ആവിഷ്കരണമാണ് സന്യാസം. ഈ സ്വയാവിഷ്കാരം സേവനത്തിനായുള്ള അനന്ത സാധ്യതകളും പ്രദാനം ചെയ്യുന്നു. മലങ്കര സഭയിൽ സ്ത്രീകൾക്കായുള്ള സന്യാസം നിഷിദ്ധമായി കണക്കാക്കിയിരുന്ന ഒരു കാലയളവിൽ ക്രാന്തദർശിയായി ആത്മീയ ആചാര്യനായി സ്ത്രീകൾക്ക് സന്യാസ സമർപ്പണത്തിലൂടെ സ്വയാവിഷ്കാരത്തിൻ്റെയും സേവനത്തിൻ്റെയും അനന്തമായ സാധ്യതകൾ തുറന്നു നൽകിയ വന്യപിതാവിൻ്റെ ദർശനങ്ങൾ പുനരൈക്യ പ്രസ്ഥാനത്തിലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരംഭത്തിലും വളർച്ചയിലും
പങ്കുപറ്റുന്നതിന് സമർപ്പിതരെ ബലപ്പെടുത്തി എന്ന വസ്തുത നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. അതുകൊണ്ട് തന്നെ മലങ്കര സഭയുടെ ചങ്കാകുവാനും ദൈവ സാന്നിധ്യത്തിൻ്റെ സ്വാംശീകരണമായി വളരുവാനും ദൈവസമ്പാദനം ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി തീർക്കുവാനും മലങ്കരയിലെ സന്യസ്തർക്ക് സാധിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്കും ആധ്യാത്മികമായ നവോത്ഥാനത്തിനുമായി അക്ഷീണം പ്രവർത്തിക്കുകയും സഭയുടെ ആധ്യാത്മികത അതിൻ്റെ തനിമയിൽ നിലനിർത്തിക്കൊണ്ട് കത്തോലിക്ക വിശ്വാസത്തിനും പാരമ്പര്യത്തിനും കൗദാശിക ജീവിതത്തിനും പ്രാധാന്യം നൽകി പരിപോഷിപ്പിക്കുന്നതിൽ ബഥനി എന്നും ശ്രദ്ധാലുവാണ്. കേരളത്തിനകത്തും ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമായി വിവിധ ഭദ്രാസനങ്ങളായി 400ഓളം ഇടവകകളിൽ ബഥനി സന്യാസിനികൾ സഭയുടെ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്നു എന്ന സന്തോഷം അറിയിക്കട്ടെ. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഭാരതസഭ വേണ്ടവണ്ണം സുവിശേഷ പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ഭാരതത്തെ മുഴുവൻ യേശുവിനായി നേടാൻ സാധിക്കുമായിരുന്നു എന്ന് ഗ്രഹിച്ച ഒരു സുവിശേഷകനായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ് പിതാവ്. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പകർന്നു കിട്ടിയ വിശ്വാസം തലമുറകൾക്ക് കൈമാറി നൽകുന്നതിന് മലങ്കര സഭ കാട്ടിയ ആലസ്യം PT ഗീവർഗീസ് അച്ഛൻ്റെ ഉള്ളിൽ എന്നും ഒരു നോവായിരുന്നു. അതിന് ഒരു പരിഹാരമെന്ന നിലയിൽ സുവിശേഷ പ്രചരണം പ്രഥമവും പ്രധാനവുമായ കർത്തവ്യവുമായാണ് എന്ന് കരുതി ഉണർന്ന് പ്രവർത്തിക്കുവാൻ ബഥനിയിലെ സമർപ്പിതർ സന്നദ്ധരായി. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിലുടനീളം ബഥാന്യർ ഇന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നു. വിവിധങ്ങളായ ശുശ്രൂഷ മേഖലയിലൂടെയും ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുള്ള സുവിശേഷ പ്രചരണത്തിന് പ്രാധാന്യം നൽകുന്നു. യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ പക്കൽ പോയി യേശുവിനെക്കുറിച്ച് സംസാരിക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇന്നും ബഥനി പിന്തുടരുന്നു. കേരളത്തിലും ഭാരതത്തിലും പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലും എത്യോപ്യയിലും ഈ രീതിയിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് ബഥനിയിലെ സഹോദരിമാർക്ക് സാധിക്കുന്നു. വിവിധ ഇടങ്ങളിൽ സിസ്റ്റേഴ്സ് യാത്ര ചെയ്ത് അവിടെയുള്ള ജനത്തെ ഒരുമിച്ച് ചേർത്ത് ക്രൈസ്തവ കൂട്ടായ്മകളും തുടർന്ന് ദേവാലയങ്ങളും ഇടവകകളുമായി പരിണമിച്ച സ്ഥലങ്ങൾ ഏറെയുണ്ട്. പാറശാല, മുക്കമ്പാല, നടുവിൽ, കല്ലിച്ചാൽ, കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ, റേപ്പള്ളി, കാമഗിരി, ആന്ധ്ര, തെലുങ്കാന, ആസാം, ത്രിപുര, ഒറീസ, പഞ്ചാബ്, കൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങൾ, ഭാരതത്തിന് പുറത്ത് എത്യോപ്യ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലും ഇതേ രീതിയിലുള്ള സുവിശേഷത്തിൻ്റെ പങ്കുവയ്ക്കൽ നടന്നു വരുന്നു. ബഥനിയുടെ മറ്റൊരു പ്രധാന ശുശ്രൂഷയാണ് വിദ്യാഭ്യാസം. കുഞ്ഞുങ്ങളിൽ ഈശ്വരവിശ്വാസവും ധാർമ്മിക മൂല്യങ്ങളും രൂഢമൂലമാക്കുന്നതിന്, സമൂഹത്തിൻ്റെ ഉന്നതിക്കായി സ്വയം സമർപ്പിക്കുന്നതിന്, സ്വഭാവ സംസ്കരണം, ജീവിത വിജയം ഇവ ലക്ഷ്യം വെച്ച് ബഥാന്യർ വിദ്യാഭ്യാസ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. 88 വിദ്യാലയങ്ങളിലായി 40,000 കുട്ടികൾ പഠിക്കുന്നു. 4800ഓളം അധ്യാപകരുടെയും 600ഓളം അനധ്യാപകരുടെയും ശുശ്രൂഷ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നു. എത്യോപ്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന 1500ഓളം കുട്ടികൾക്ക് പഠനം, സാമ്പത്തിക സഹായം, ഭക്ഷണം, യൂണിഫോം നൽകൽ എന്നീ കാര്യത്തിലും സിസ്റ്റേഴ്സ് ബദ്ധശ്രദ്ധരാണ്. ആതുര സേവന രംഗത്ത് കരുണയുടെ മാലാഖമാരായി 200ഓളം സന്യസ്തർ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക എന്നീ രാജ്യങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നു. യേശുവിനെ പോലെ രക്ഷയുടെ അനുഭവവും സമാധാനവും നൽകുവാനുള്ള വിളിയാണ് ഞങ്ങളുടേത് എന്ന് തിരിച്ചറിഞ്ഞ് സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തിനും കുടുംബങ്ങളുടെ നവീകരണത്തിനും യുവതീ യുവാക്കളുടെ ശാക്തീകരണത്തിനുമായി
ബഥനി അക്ഷീണം പ്രവർത്തിക്കുന്നു. വികലാംഗക്ഷേമ പ്രവർത്തനങ്ങൾ, മാനസിക രോഗികൾക്കായുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, HIV രോഗികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ, കുഷ്ഠരോഗ നിവാരണ പ്രവർത്തനങ്ങൾ, ബാലമന്ദിരങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, ശിശു സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങി മനുഷ്യ നന്മയ്ക്ക് ഉതകുന്ന പരിപാടികൾ മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യമാക്കി പ്രതിജ്ഞാബദ്ധരായി അക്ഷീണം ബഥനി മക്കൾ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഭവന സന്ദർശനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിൻ്റെ വെളിച്ചമായി സഹോദരിമാർ വർത്തിക്കുന്നു. മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞ് കരുതലിൻ്റെ കൈത്താങ്ങാകുവാൻ ബഥനിക്ക് കഴിയുന്നു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. സമൃദ്ധിയുടെ വഴികളിൽ എന്നതുപോലെ സഹനത്തിൻ്റെയും നഷ്ടപ്പെടുത്തലിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും അനുഭവങ്ങളും കാലത്തിൻ്റെ വെല്ലുവിളികളും ബഥനി അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം മുറുകെ പിടിച്ച് യാത്ര ചെയ്യുവാൻ അതിനുള്ള വഴിയാണ് സന്യാസമെന്ന് മനസ്സിലാക്കി കുരിശിൻ്റെ നിഴലിൽ അൾത്താരയുടെ തണലിൽ പ്രത്യാശയോടെ ആനന്ദത്തോടെ ബഥനി മുന്നേറുന്നു. ബഥനിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം അതിൻ്റെ കൂട്ടായ പ്രവർത്തനവും കൂട്ടായ്മയുടെ ജീവിതവുമാണ്. സഹോദരർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമാണ് എന്ന സങ്കീർത്തകനോടൊത്ത് ഞങ്ങൾ ഏറ്റുപറയുന്നു. 1000-ഓളം അംഗങ്ങളുടെ കൂട്ടായ്മയാണ് ഈ സമൂഹം. 9 രാജ്യങ്ങളിലായി, 4 ഭൂഖണ്ഡങ്ങളിലായി, ഇന്ത്യയിൽ 18 സംസ്ഥാനങ്ങളിലായി നിസ്തുലമായ ശുശ്രൂഷ നിർവഹിക്കുന്ന 5 പ്രൊവിൻസുകളിലെ സഹോദരിമാർ ഈ സമൂഹത്തിൻ്റെ സ്വത്താണ്. കൃതജ്ഞതയോടും കൃതാർത്ഥതയോടും കൂടിയാണ് ശതാബ്ദിയുടെ ഉമ്മറപ്പടിയിൽ ബഥനി പദമൂന്നിയിരിക്കുന്നത്. സെൻറ്റിനറിയുടെ നിറവിലായിരിക്കുമ്പോൾ സ്ഥാപക പിതാവിൻ്റെയും ബഥനിയിൽ മാതൃസ്ഥാനീയനായി ഞങ്ങളെ പരിപാലിച്ച അഭിവന്ദനായ തെയോഫിലോസ് പിതാവിൻ്റെയും ചൈതന്യം തലമുറകളിലേക്ക് ഏറ്റുവാങ്ങി കൈമാറിയ ആദ്യ മദർമാരുടെയും പുണ്യസ്മരണയ്ക്ക് മുൻപിൽ ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു. ഈ സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ പരിശുദ്ധ പിതാക്കന്മാരെ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പായെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അത്യഭിവന്യ ബാവ തിരുമനസിനെയും അതുപോലെ തന്നെ അഭിവന്യ പിതാക്കന്മാർ, പ്രത്യേകിച്ച് സിറോ മലബാർ ലത്തീൻ സഭകളിലെ മേലധ്യക്ഷന്മാർ, സഹായ സഹകരണങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങൾ, ഏറ്റവും പ്രത്യേകിച്ച് ബഥനി ആശ്രമത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മറ്റ് സന്യാസ്ത സമൂഹങ്ങൾ, വിശേഷിച്ചും കൊട്ടിയം ഹോളി ക്രോസ് സിസ്റ്റേഴ്സ്, മാംഗ്ലൂർ ബഥനി സന്യാസിനി സമൂഹം, ഏറെ സന്തോഷത്തോടെ ഞാൻ അവരുടെ സാന്നിധ്യം ഇവിടെ സാക്ഷിക്കുകയാണ്. അവരുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജൂഡിയും 2 സഹോദരിമാരും ഇതിനു വേണ്ടി മാത്രമായി ഇവിടെ കടന്നു വന്നതിൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർമ്മലീത്ത സന്യാസിനി സമൂഹം, വിസിറ്റേഷൻ സന്യാസിനി സമൂഹം, ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ്, മറ്റ് അഭ്യുദയകാംക്ഷികൾ എന്നിവരോടുള്ള ബന്ധം ബഥനി സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലകളായ വന്യമദേഴ്സിൻ്റെ കുടുംബാംഗങ്ങളെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. തങ്ങളുടെ മക്കളെ ബഥനിക്ക് നൽകിയ മാതാപിതാക്കളും സഹോദരങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവരുടെ സജീവമായ സാന്നിധ്യം ഏറെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. അവർക്കും കൃതജ്ഞതയോടെ കൂപ്പുകരങ്ങൾ അർപ്പിക്കുന്നു. ബഥനിയുടെ ശക്തി അതിലെ അംഗങ്ങളാണ്. തങ്ങളുടെ ജീവനും ജീവിതവും സമൂഹത്തിനു വേണ്ടി വ്യയം ചെയ്ത, കൈമേയ് മറന്ന് പ്രവർത്തിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഞങ്ങളുടെ പരേതരായ എല്ലാ സഹോദരിമാരെയും അവർ ഞങ്ങളുടെ മനസ്സിൽ സജീവരായി നിൽക്കുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ സമൂഹത്തിൻ്റെ അധ്യക്ഷമായിരുന്ന ഏവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ പ്രിയപ്പെട്ടവരെ
ഏറെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുന്നു. അവരുടെ നന്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. സ്ഥാപക പിതാവിൻ്റെ ദർശനം സ്വന്തമാക്കി സമൂഹത്തിൻ്റെ കാരിസ്യത്തിനനുസൃതം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഥനിയുടെ ഓരോ പുത്രിക്കും ഈ സെന്റിനറി ആത്മീയ ഉണർവിനുള്ള അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്യാസം അഭിമുഖീകരിക്കുന്ന സമകാലിക വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നവീകരിക്കപ്പെട്ട ഒരു ജീവിതശൈലി ബഥനിക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമായി നവീകരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സുവിശേഷ സാക്ഷ്യത്തിൻ്റെയും പാതയിൽ ബഥനി മുന്നേറുവാൻ ഇവിടെയായിരിക്കുന്ന നിങ്ങളേവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുൻകാലത്തെ നന്ദിയോടെ എന്നും അനുസ്മരിക്കുവാനും വർത്തമാനകാലത്തിൽ അതീവ തീഷ്ണതയോടെ ജീവിക്കുവാനും ഭാവിയെ പ്രത്യാശയോടെ ഉറ്റുനോക്കുവാനും ഈ ശതാബ്ദി ആഘോഷം ബഥാന്യർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.